ക്രിസ്തുയേശുവിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നോമ്പിൻ്റെ അനുഭവം കൂടെ നമുക്ക് മുമ്പിൽ വന്നിരിക്കുകയാണ്. നോമ്പ് എന്നത് സാധാരണയായിട്ട് നമ്മൾ ചിന്തിക്കാറുള്ളത് പല കാര്യങ്ങളെയും വർജിച്ചതിന് ശേഷം നമ്മുടെ നോമ്പിൻ്റെ കാര്യപരിപാടികളിലേക്ക് നമുക്ക് കടക്കുക എന്നുള്ളതാണ്. പക്ഷേ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയോടുകൂടി ജീവിപ്പാനായിട്ടുള്ള ചുറ്റുപാടുകളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നോമ്പിൽ രണ്ടാം ഞായറാഴ്ച നമുക്ക് തന്നിട്ടുള്ള വിശുദ്ധ വേദഭാഗങ്ങളിൽ നിന്ന് 2 ശമൂവേലിൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങളെയാണ് ഞാൻ ഇന്നത്തെ ചിന്തകൾക്കായിട്ട് തന്നിട്ടുള്ളത്. അവയിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നോമ്പ് കാലഘട്ടങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. എങ്കിലും ഈ പ്രസ്തുത വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദയയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക എന്നുള്ളതാണ്. ആയതിന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശൗൽ, അദ്ദേഹത്തിൻ്റെ മകനായ യോനാഥാൻ, അദ്ദേഹത്തിൻ്റെ മകനായ മെഫീബോശെത്ത് എന്നിവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഒരു ദയയുടെ ചിത്രം നമുക്ക് ഈ ഭാഗത്ത് വരച്ച് കാണിക്കുന്നത്. നമുക്ക് സുപരിചിതമാണ്, ശൗലും ദാവീദും തമ്മിലുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നൊരു ചുറ്റുപാട്. അവർ പരസ്പരം ശൗൽ ദാവീദിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അഭിഷിക്തൻ്റെ മുകളിൽ കൈവെക്കുവാനായിട്ട് ആഗ്രഹിക്കാത്ത ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളൊക്കെയും ആ ഭക്തിയോടുകൂടി, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ മുമ്പിലുള്ള ആ ആദരവോടുകൂടി തന്നെ ശൗലിനെ ഉപദ്രവിക്കാതെ, അവനോട് മറ്റ് യാതൊരു തരത്തിലുള്ള യുദ്ധത്തിനോ കാര്യങ്ങൾക്കോ പോകാതെ അവൻ ജീവിച്ചു. എന്നാൽ അതിനുശേഷമുള്ള ശൗലിൻ്റെ കാലശേഷം ഉള്ള യോനാഥാൻ്റെ ജീവിതവും അതിനുശേഷമുള്ള മെഫീബോശെത്തിൻ്റെ ജീവിതവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, എല്ലാം നഷ്ടപ്പെട്ടവരായിട്ട് എവിടെ ആണ് എന്ന് പോലും അറിയാതെ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ദാവീദ് ഈ യോനാഥാനെക്കുറിച്ച് ഒന്ന് ആലോചിക്കുകയുണ്ടായി. അവരെവിടെയാണ്, ആരെങ്കിലും അവരിൽ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത. അങ്ങനെ ദാവീദ് സീബ എന്ന് പറയുന്നതായ തൻ്റെ ഭൃത്യനെ വിളിച്ച് അവനോട് പറയുന്നു, യോനാഥാൻ്റെ നിമിത്തം അല്ലെങ്കിൽ ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിക്കുന്നവരായിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ സീബ അതിന് മറുപടി പറഞ്ഞത്, യോനാഥാൻ്റെ മകനായിട്ട് ലെബോദാരിൽ പാർക്കുന്ന ഒരുവനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മെഫീബോശെത്ത് അവൻ മുടന്തുള്ളവനായിരുന്നു. സീബ വന്ന് ഇക്കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ശൗൽ ദാവീദ് മെഫീബോശെത്തിനെ വിളിച്ചു അവൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ വെച്ചിട്ട് മെഫീബോശെത്തുമായിട്ടുള്ള സംഭാഷണം നടക്കുന്ന സമയത്ത് ദാവീദ് മെഫീബോശെത്തിനോട് ചോദിച്ചു, ഇനി മുതൽ ഈ കൊട്ടാരത്തിൽ നിന്ന് നിനക്ക് ഭക്ഷിക്കാം. ഇതുവരെയും ഉണ്ടായിരുന്ന സമ്പത്ത്, സ്വത്ത്, വകകളൊക്കെയും ശൗലിൻ്റെതായിട്ടുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് തിരിച്ചു തരും. അതിൽ നിനക്ക് അധ്വാനം ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞപ്പോൾ സ്വതവേ മുടന്തനായിട്ടുള്ള മെഫീബോശെത്ത് അവൻ ഈ കാര്യങ്ങളെല്ലാം സീബ എന്ന് പറയുന്ന കാര്യസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് കാര്യസ്ഥന് മേൽ ഉത്തരവാദിത്വം കൊടുത്തുകൊണ്ടാണ് പോണത്. ഇതിൽ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട് നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇനി മുൻപോട്ട് എന്ത് എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദാവീദ് തനിക്ക് ലഭ്യമായ എല്ലാ കാര്യങ്ങളെയും, അല്ലെങ്കിൽ ശൗലിൽ നിന്ന് അതിനുശേഷമുള്ള പിന്തുടർച്ചക്കാരിൽ വരേണ്ട ഭൂമി, സ്വത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തിരികെ മെഫീബോശെത്തിന് നൽകിക്കൊണ്ടാണ് തൻ്റെ ദൈവത്തിൻ്റെ ദയ ദാവീദിലൂടെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു നോമ്പ് എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കുന്നത് പലപ്പോഴും ഭക്ഷണകാര്യങ്ങൾ വർജിച്ചുകൊണ്ടും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടുമാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ്. നോമ്പ് നമ്മൾ ആചരിക്കേണ്ടുന്നതാണ് എന്നാണ് പലപ്പോഴും നാം വിചാരിച്ചിട്ടുള്ളത്. ഭക്ഷ്യയോഗ്യമായ പല കാര്യങ്ങളും ആ കാലഘട്ടങ്ങളിൽ ഉപേക്ഷിച്ചതിന് ശേഷം നാം എന്ത് ചെയ്യുന്നു, ഈ നോമ്പ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുക്കിക്കൊണ്ട് ഈ വർജ്യമായ കാര്യങ്ങളെല്ലാം വിട്ട് അതിൽ ജീവിക്കുന്നതായിട്ടാണ് നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത്. പക്ഷേ അതിലപ്പുറമായിട്ട് നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറ്റുള്ളവരെ കരുതുവാനായിട്ടുള്ള ദൈവസാമീപ്യം അനുഭവിക്കുന്ന വിശ്വാസ സമൂഹമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഈ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ദാവീദ് രാജാവ് മെഫീബോശെത്തിനോട് കാണിച്ചിട്ടുള്ളത്. അവനോട് ദയ കാണിച്ചു, അവനെ തൻ്റെ കൊട്ടാരത്തിൽ സ്വീകരിച്ചു,
അവനുള്ള ശൗലിൽ നിന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ വസ്തുവകകളും അവൻ തിരികെ കൊടുത്തു, കൃഷിയിടങ്ങൾ അവന് തിരിച്ചു കൊടുത്തു. ആ ഒരു വലിയ ദയ ദൈവം ദാവീദിനോട് കാണിച്ച ദയയിൽ നിന്നെടുത്ത് ഈ മെശീഹോബോധത്തിന് കൊടുത്തുകൊണ്ടാണ് ഈ കാലഘട്ടങ്ങളിൽ ദാവീദ് ഈ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവൻ്റെ കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കാൻ അവസരം കൊടുത്തു, അവൻ്റെ കൊട്ടാരത്തിൽ അവനോട് കൂടെ ജീവിക്കുവാനായിട്ട് അവസരം കൊടുത്തു. സീബയ്ക്കാണെങ്കിൽ ഒരുപാട് പരിചാരകന്മാരും പരിവാരങ്ങളും ഉണ്ടായിരുന്നത് പോലും അവർക്കും ഈ സ്ഥാനത്ത് നിന്ന്, കൊട്ടാരത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാനായിട്ട് കൊടുത്തു. നാം ഓർത്ത് നോക്കുക, നോമ്പ് എന്ന് പറയുന്നത് നമുക്കിഷ്ടമട്ട കാര്യങ്ങളെ വർജിച്ചുകൊണ്ട് ജീവിക്കുന്നതിലല്ല, നമുക്ക് മുമ്പിൽ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും അനുഭവിക്കുന്നവരുടെ ഭാരങ്ങളെ തമ്മിൽ വഹിക്കുവാനായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് നോമ്പ് എന്ന് പറയുന്നത്. സുവിശേഷ വേദഭാഗങ്ങളിലേക്ക് വന്നാൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയും, സുഖമില്ലാത്ത ഒരു മനുഷ്യനെ കട്ടിലോടുകൂടി യേശു കർത്താവിൻ്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുന്നത്. കൊണ്ടുവന്ന ഒരു വിശ്വാസം ഹേതുവായിട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുത്തുള്ള വലിയ കാര്യങ്ങൾ ചെയ്തപ്പോൾ മറ്റുള്ളവർ, പരിശുദ്ധമായിട്ടുള്ള ആൾക്കാർ അതിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗത്ത് കാണാം. എങ്കിലും കർത്താവ് ആ സുഖമില്ലാത്ത രോഗിയോട് പറയുന്നു, നീ എഴുന്നേറ്റ്, നിൻ്റെ പാപങ്ങൾ നിനക്ക് മോചിച്ചു തന്നിരിക്കുന്നു, നീ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ ആ ദിവസം ഈ പാപങ്ങൾ മോചിച്ചു കൊടുക്കുവാനായിട്ട് യേശുക്രിസ്തു ആര് എന്നുള്ള ചോദ്യമാണ് തിരിച്ചവിടെ വരുന്നത്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു മറുപടിയായിട്ട് ആ ഭാഗത്ത് പറയുന്നതെന്ന് വെച്ചാൽ, രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുന്നു, നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക. അപ്പോൾ രോഗികൾക്കായിട്ടും മറ്റുള്ളവർക്കായിട്ടും ദൈവത്തിൻ്റെ മഹാദയ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ള ചിന്തകളാണ് ഈ വേദഭാഗത്ത് നമ്മോട് പരാമർശിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ആ കാര്യങ്ങളെല്ലാം മഹാദയോടുകൂടി നമുക്ക് മുമ്പിൽ നിൽക്കുന്നവരുടെ ഭാഗം ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരുടെ ഭാഗം ചേർന്നുകൊണ്ട് അവരോട് ചേർന്ന് ജീവിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്ന ഒരു ദിവസങ്ങളാണ് നമുക്ക് മുമ്പിൽ ഈ നോമ്പ് നാളുകളിൽ നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. അതായത് ദൈവത്തിൻ്റെ മഹാദയ അനുഭവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും മറ്റുള്ളവരുടെ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം എന്നുള്ളൊരു ചിന്ത കൂടി ഈ വേദഭാഗത്ത് നമുക്ക്. അതുകൊണ്ട് നോമ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരുടെ വേദനകളിൽ അവരോട് ഒരുമിച്ച് ചേരുവാനും അവരുടെ വേദനകളെ നമ്മുടെ ഭാരങ്ങളായിട്ട് കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടിയും കൂടി ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ തന്നതിനാൽ ഈ പഴയ നിയമവേദഭാഗവും പുതിയ നിയമവേദഭാഗവും നമ്മോട് പറയുന്നത് ദയയോടുകൂടി മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ ഭാഗങ്ങളിൽ മുന്നേറുവാനായിട്ട് കൂടിയാണ് ഈ നോമ്പ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നോമ്പ് കാലഘട്ടത്തിൽ നമുക്കിഷ്ടപ്പെട്ടത് വർജിക്കുന്നതല്ല, നാം വർജിക്കേണ്ടുന്ന കാര്യങ്ങൾ ഏതെന്നറിഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെ വർജിച്ചുകൊണ്ട് വേണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നോമ്പ് നമുക്ക് ആചരിക്കുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നോമ്പാചരണം നമുക്ക് മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനും മറ്റുള്ളവരെ നമ്മിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് സമരസപ്പെടുവാനുമായിട്ടുള്ള നല്ല ചിന്തകൾ നൽകുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഒരു പുതുവർഷത്തിന് നോമ്പ് ആചരണത്തിലേക്ക് ഞങ്ങളിതാ കടന്നു വന്നിരിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഞങ്ങൾ അനുഭവിച്ച എല്ലാവിധമായ നന്മകളെയും ദൈവം ഞങ്ങൾ അനുഭവിക്കുമ്പോഴൊക്കെയും ഞങ്ങൾക്ക് ചുറ്റും പ്രയാസപ്പെടുന്നവരെയും വേദനപ്പെടുന്നവരെയും ആകുലതകളുള്ളവരെയും ദൈവം ഞങ്ങൾ സഹായിക്കാനായിട്ടുള്ള മനസ്സൊരുക്കം ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ദാവീദിൻ്റെ ജീവിതത്തിൽ ശൗലിൻ്റെ ഭാഗങ്ങളുണ്ടായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അവനിൽ നിന്ന് ലഭിച്ച എല്ലാ കാര്യങ്ങളെയും തൻ്റെ പുത്രനായിട്ടുള്ള യോനാഥാൻ്റെ മകനായിട്ടുള്ള മെശീഹോബോത്തിന് നൽകിക്കൊണ്ട് ദാവീദ് അവനോട് അനുകമ്പ കാണിച്ചുവെങ്കിൽ ദൈവം ഇപ്പോൾ ജീവിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് മുമ്പിലും ഞങ്ങൾക്ക് ചുറ്റും ഒരുപാട് പേർ വേദനപ്പെടുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരോട് സമരസപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളെ ഞങ്ങൾക്കും കൂടി നൽകി ഈ നോമ്പ് അർത്ഥവത്താക്കി തീർപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുക്രിസ്തു മൂലം അപേക്ഷിക്കുന്നത് കൃപയുടെ കേൾക്കുമാറാണമേ.